കൂട്ടുകാരെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാന് അബുദാബി നേരെ ദുബായിലിരുന്നത് ഇങ്ങനെ അറേബ്യയിൽ നിൽക്കുവാ ഞാൻ. അവിടെ സമയത്ത് എന്റെ കൂടെ പഠിച്ച മേരിക്കുട്ടി, ഞാൻ അവളെ അവിടെ വെച്ച് കണ്ടായിരുന്നു. ഞാൻ നിനക്കുള്ള സ്വർണം ഒരു ഭാഗം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഈ മേരിക്കുട്ടി ഞാനവിടെ കുറച്ചേരം ഇങ്ങനെ സംസാരിച്ചിരുന്ന സമയത്ത് മേരിക്കുട്ടി എന്റെ നമ്പർ അങ്ങ് വാങ്ങിച്ചു. നിങ്ങൾ അച്ഛന് മാറ്റിട്ടുണ്ട് 1.5 ഗ്രാമിന്റെ ഒരു മാല. എന്തോ കാര്യത്തിലായിരുന്നു അച്ഛന് വേണ്ട ഈ ഇറക്കമുള്ള ഒരു മാല ഉണ്ടായിരുന്നു. അല്ല, എന്റെ മാലയുടെ കൂട്ടി യോജിപ്പിച്ചിട്ട് എന്റെ ഈ പുക്കളുടെ ഇവിടെ കിടക്കട്ടോ. അതാകുമ്പോഴേ ലോക്കേറ്റ് പുക്കളിപ്പിരിക്ക് നിന്റെ അച്ഛൻ അവിടെ കിടക്കണം. പിന്നെ അങ്ങനെ ഇവളുമായിട്ട് നടന്ന് സംസാരിച്ച് അവളെല്ലാം നടന്നു കഴിഞ്ഞപ്പോ ഈ മേരിക്കുട്ടി എന്നോട് പറയാം നമുക്കൊരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാമെന്ന്. നിന്റെ അമ്മയ്ക്ക് ഒരു വള വാങ്ങിച്ചിട്ടുണ്ട്. മേരിക്കുട്ടി എന്റെ ഇനി സ്വർണ്ണമില്ല, നീ അടിക്കാൻ. ഇന്ന് എവിടെയും പോവരുത്, TV വെക്കരുത്, ഫോൺ കാണരുത്, പാട്ട് കേൾക്കരുത്, നിശബ്ദനായിട്ട് എവിടെയും മാറി ഇരുന്നോണം. അച്ഛൻ ഇഷ്ടമല്ല, അച്ഛൻ ഉറങ്ങാൻ പോവാ. അച്ഛൻ ഉറങ്ങൂല്ലോ? അല്ല, ദുഃഖാചരണം ഒന്നും ആഘോഷിക്കല്ലോ. നിന്റെ പറഞ്ഞേക്കാം, നിന്റെ ഈ പറഞ്ഞിലേക്ക് മറുപടി ഉണ്ടോ ഇവിടെ? നിന്റെ മാർക്ക്, ആ മാർക്ക് അയാൾ അറിഞ്ഞു കഴിഞ്ഞാൽ മാർക്കോ സിനിമയെക്കാട്ടി വലിയ വയലൻസ് ഈ വീട്ടിൽ നടക്കും. അമ്മ ഒരു കാര്യം തന്നെ, ആ മാർക്കിന്റെ കാർഡിനകത്ത് ഒപ്പിടാൻ അമ്മ വന്നാൽ മതി. മാർക്കിന്റെ കാർഡോ? സ്കൂളിലൊക്കെ മാർക്കിന്റെ കാർഡില്ലേ? ഓ, പ്രോഗ്രസ് കാർഡ്. ടീച്ചർ പറഞ്ഞു ഒരു പ്രോഗ്രസ്സും ഇല്ലാത്ത അതിന് പ്രോഗ്രസ് കാർഡെന്ന് വിളിക്കട്ടെ, ചുമ്മാ കാർഡെന്ന് പറഞ്ഞാൽ. നാടെവിടെയാ? കണ്ണൂര്. നിങ്ങളെവിടെയാണ്? ഞാൻ തൃശ്ശൂരാ. തൃശ്ശൂർ ജംഗ്ഷൻ തന്നെയാ? അതെ. അതെയാ? അറിയോ? ആ പിന്നെ നമ്മള് 4ാമത്തെ കെട്ടുള്ള ആടെയല്ലേ? അയ്യോ, അത് ശരി. ഓ, നന്നായി. 4 കെട്ടിയിട്ടുണ്ടോ? അപ്പൊ പിന്നെ 4 കെട്ടണ്ടേ? വേണ്ടേ 4 കെട്ടണം? 4 കെട്ടണം എന്നത് എത്ര നിർബന്ധം? അല്ല 4 തമാശക്കല്ലേ. ഇതെന്താ ഇത് പറയുന്ന നിർബന്ധമൊന്നുമില്ല. അതല്ലേ. മക്കൾ എത്ര ഇട്ടപ്പോ? മക്കള് 10 നിർത്തി. അത് നന്നായി. മക്കൾ അധികം ഉണ്ടെങ്കിൽ കുഴപ്പമായേനെ. അല്ല അതല്ല, 10 എണ്ണല് നിർത്തി, പിന്നെ അങ്ങോട്ട് എണ്ണീട്ടില്ല. മക്കൾ പിന്നെ ഉണ്ട്. ഞങ്ങളുടെയൊക്കെ തറവാട്ടിൽ പണ്ടൊക്കെ ആണുങ്ങൾ വന്നാൽ പെണ്ണുങ്ങൾ എഴുന്നേറ്റ് കൊടുക്കും ബഹുമാനം കൊണ്ട്. അത് ബഹുമാനം കൊണ്ടല്ല, നിങ്ങളുടെ വീട്ടിൽ ഒരു കസേര ഉണ്ടായിരിക്കും. അതുകൊണ്ടൊന്നുമല്ല. 2-3 കസേര മോൻ മേടിച്ചിട്ടേക്കോല്ലോ, കേറി ഇരിക്കണം. മാറി മാറി കസേരയിലിരിക്കാൻ പൊന്നോണത്തിന് കസേര കളി മത്സരം നടക്കുമല്ലോ. ഞങ്ങളുടെ തറവാട്ടിലെ പെണ്ണുങ്ങളൊന്നും കൈവെക്കുന്നിടത്ത് കാല് വെക്കത്തില്ല. എന്താ അവർക്ക് കാലെത്തത്തില്ലായിരുന്നു? ഞങ്ങളുടെ തറവാട്ടിലെ പെണ്ണുങ്ങളൊന്നും തർക്കുത്തരം ഇങ്ങനെ പറയത്തില്ല. ഞങ്ങളുടെ തറവാട്ടിലെ പെണ്ണുങ്ങളൊന്നും ചുമ്മെന്ന് കാണിക്കത്തില്ല. ഞങ്ങളുടെ തറവാട്ടിലെ ആണുങ്ങളൊന്നും ഫേസ് പാക്ക് എടുത്ത് തിന്നത്തില്ല. ഇനി എന്നൊന്ന് അടിച്ചു നോക്കടാ. എന്നടി എടാ, നീ ഇത്ര നേരം എന്റെ നല്ലൊരു അടി വാങ്ങിച്ചത്, ഒരെണ്ണ എന്നെ തിരിച്ചടിക്കടാ. നീ ആ റേഡിയോ ഓഫ് ചെയ്യടി. അത് റേഡിയോ അല്ലടാ പൊട്ട, എന്റെ അടി കിട്ടിട്ട് നിന്റെ ചെവി മൂളണതാ അത്. എന്തുവേട്ടാ പ്രശ്നം? എന്നെ മനസ്സിലായോ? മനസ്സിലായില്ല. ഞാൻ കണ്ടത്തിലാന്ന്. ചെറുമീനാണോ? കണ്ടത്തിലെ രാഘവനില്ലേ? രാഘവന്റെ ഇളയ മോൻ. എനിക്ക് ഇവിടെ ജോലി. എന്റെ മാനെ, നിങ്ങൾ അവിടെ അല്ലല്ലോ ഇപ്പൊ താമസിക്കുന്നത്? അയ്യോ, അവിടെ വിറ്റ് ഞങ്ങള്. നിങ്ങളിപ്പോ എവിടെയാ? LP സ്കൂളിന്റെ മോളിലാ. LP സ്കൂളിന്റെ മേളിൽ താമസിക്കാൻ നിങ്ങൾ എന്നെ പ്രാവോ? അതല്ല നീ ഇതെന്താണ് ഈ കലണ്ടറെ സൂചി കുത്തി വെച്ചേക്കുന്നത്? അത് ഞാൻ തയ്ച്ചിട്ട് ഇങ്ങോട്ട് അങ്ങ് പെട്ടെന്ന് കുത്തുന്നതാ. അതെന്റെ കാലെ കൊണ്ടാൽ അയ്യോ വഴക്കുണ്ടാക്കാൻ ഓരോ കാരണങ്ങൾ ഉണ്ടാക്കി വെക്കുന്നുണ്ടോ? ഇത്രയും പൊക്കത്തിൽ കിടക്കുന്ന സൂചി എങ്ങനെയാ മനുഷ്യ നിങ്ങളെ കാലെ കൊള്ളുന്നേ? ഇതെന്റെ വീട്, എന്റെ ഭിത്തി, എന്റെ കസാര. എനിക്ക് തോന്നുന്നു ഈ കസാര കയറിയിട്ട് കലണ്ടറിലൊന്നും ചവിട്ടണം തോന്നിയിട്ടില്ല. നിങ്ങളുടെ മുട്ടുകാരിയെ തല്ലി ഓടിക്കും ഞാൻ. അയ്യോ, എപ്പോഴാ എന്റെ മുട്ടുകാർ തല്ലി ഓടിക്കുന്നത്? ഇപ്പൊ തന്നെ തല്ലി ഓടിക്കും. എടാ സുധാകര എന്നിട്ട് ഓടി അല്ലടാ. എന്തായാലും എന്ത് കൊല ഇത്? കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച്. അത് ഞാൻ ആലപ്പുഴ ബീച്ച് വഴിയാ വന്നേ. അപ്പൊ ഒരു സായിപ്പ് വെച്ചതാ. സായിപ്പ് നിങ്ങൾക്ക് കാണുമ്പോഴെടുത്ത് കണ്ണട വെച്ച് തരാൻ പോവില്ലേ? അല്ലടാ, സായിപ്പ് കടലിൽ ഇറങ്ങിയപ്പോ കരയെ വെച്ചതാ. ഞാനിങ്ങനെ ഒരു റെയിൽവേ സ്റ്റേഷനിൽ ഞാനും എന്റെ അമ്മയും കൂടി കിടന്നുറങ്ങുകയായിരുന്നു. ഞാൻ കണ്ണു തുറന്നു നോക്കിയപ്പോൾ എന്റെ അമ്മയെ കാണുന്നില്ല. അയ്യോ, എവിടെ പോയി? അറിയില്ല. ഞാൻ അന്ന് മുതൽ എന്റെ അമ്മയെ അന്വേഷിച്ച് വലിയ പണക്കാരൻ. അമ്മയെ അന്വേഷിച്ച് എങ്ങനെ ഈ പണക്കാരനാകുന്നത്? എനിക്ക് മനസ്സിലായില്ലത്. ഓരോ ട്രെയിൻ വരുമ്പോഴും ഞാൻ അതിനകത്ത് കയറിയിട്ട് ഞാൻ അമ്മയെ അന്വേഷിക്കും. അമ്മേ 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 അമ്മ
അമ്മ ഇങ്ങനെ സുമനസ്സുകൾ തരുന്ന ഓരോ പൈസയും ശേഖരിച്ചു വെച്ച് ഞാൻ വലിയ പണക്കാരനായിട്ട് കൽക്കട്ടയിലേക്ക് കള്ളവണ്ടി കയറി. കള്ളം വണ്ടി കയറി എന്ന് പറഞ്ഞാ പോരെ. ചോട്ടു, അല്ല കള്ളവണ്ടി കയറി. അച്ഛാ, ഏതവളാ ഈ മെസ്സി? എനിക്കറിയണം ഏതവളാ മെസ്സി. നിനക്കറിയണോ മെസ്സി ആരാ? നിനക്കറിയണോ? എന്റെ അമ്മയാണ് മെസ്സി, എന്റെ മോളാണ് മെസ്സി, എന്റെ ഭാര്യയാണ് മെസ്സി. അപ്പൊ ഞാനാരാ? നിന്റെ ഒരു കൂട്ടുകാരനല്ലേ സുരേഷ്? അവനെ വിളി. ഓ, അവൻ വിഷമിച്ചിരിക്കുന്ന വീട്ടിൽ. അതെന്തിനു? എന്റെ പൊന്നെണ്ണ, സുരേഷ് ഇന്നലെ പണിയും കഴിഞ്ഞ് വന്നപ്പോ ഉണ്ടല്ലോ, അവന്റെ ഫോണിൽ ഒരു മെസ്സേജ് വന്നു. ഇത് 101 പേർക്ക് അയച്ചു കൊടുത്തില്ലെങ്കിൽ അവന്റെ ദാമ്പത്യ ജീവിതത്തിൽ പല പ്രശ്നങ്ങളുണ്ടാവും. ഇത് അവൻ അയച്ചു കൊടുത്തോ? എവിടെ അവൻ കിടന്ന് ഉറങ്ങിയെന്നാ. എന്നിട്ട് നേരം വെളുത്തപ്പോളേ അവന്റെ ഭാര്യ ബംഗാളിയുടെ കൂടെ ഒളിച്ചോടി പോയി. അപ്പൊ മെസ്സേജ് അയച്ചു കൊടുക്കാത്തോണ്ട് സംഭവിച്ചില്ലയോ? എടാ നീ ബിനുവേ, നീ പറഞ്ഞ നേരാന്നോ? പിന്നെ സത്യമാണ്. എന്നാ ആ സുരേഷിനോട് വേണ്ട എന്റെ ഫോണിലുള്ള ആ മെസ്സേജ് ഒന്ന് അയക്കാം. അണ്ണ 101 പേർക്ക് അയച്ചു കൊടുക്കുവോ? ഞാനോ? എടാ വീട്ടിൽ അറിഞ്ഞിരിപ്പില്ലേ, പോട്ടെ. തനിക്ക് തീരെ വിദ്യാഭ്യാസം ഇല്ലെന്ന് എനിക്ക് മനസ്സിലായി. താൻ എത്ര ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ടോ? 10? അല്ല, മടക്കി വരുന്നല്ലോ ഉള്ളോ. 4? എന്റെ അച്ഛന് 1 മുതൽ 4 വരെ അറിയത്തുള്ളൂ. അപ്പൊ അച്ഛൻ ഓർത്തിരിക്കുന്ന 4 ഏറ്റവും വലുത്. അങ്ങനെ കഷ്ടപ്പെട്ടാ എന്നെ പഠിപ്പിച്ച്. വീട്ടിൽ ആരൊക്കെ ഉണ്ട്? അച്ഛനും അമ്മയും. വേറെ ആർക്കെങ്കിലും ഉണ്ടോ? പിന്നെ എല്ലാവർക്കും അച്ഛനും അമ്മയും. അതല്ല, ഈ അസുഖം പാരമ്പര്യമായിട്ട് വേറെ ആർക്കെങ്കിലും ഉണ്ടോ? എല്ലാവരും പറയണു കുട്ടൻ തമ്പുരാന് ഭ്രാന്താണത്രേ, ഭ്രാന്ത. ആരൊക്കെയാ പറയണേ? കുട്ടികൾ പറയണു, വീട്ടുകാർ പറയണു, നാട്ടുകാർ പറയണു. എനിക്ക് ഭ്രാന്താണോ വൈദ്യരെ? അല്ല, ഇതിന് മാത്രം നാട്ടുകാർ പറയാൻ എന്ത് അതിക്രമമാണ് കുട്ടൻ തമ്പുരാൻ ചെയ്തത്? തളർന്നു കിടക്കുന്ന മുത്തശ്ശിയുടെ ചെവി ചൊറിഞ്ഞു കൊടുത്തത് ഭ്രാന്താണോ വൈദ്യരെ? അത് സ്നേഹം കൊണ്ടല്ലേ? തൂവല് കൊണ്ടാണോ ചൊറിഞ്ഞു കൊടുത്തത്? അല്ല, പിന്നെ ഡ്രില്ലിംഗ് മെഷീൻ കൊണ്ട്. വൈദ്യരെ, എനിക്ക് ഭ്രാന്താണോ? അല്ലല്ല, ഒരു സാധു ജീവിക്ക് കിടക്കാൻ ഒരു കിടപ്പാടം കൊടുത്തത് ഭ്രാന്താണോ വൈദ്യരെ? ഏതു സാധു ജീവി ഏത് കിടപ്പാടം എങ്ങനെ കൊടുത്തു? മതിലിരുന്ന 3 തേളിനെ പിടിച്ച് അച്ഛന്റെ നിക്കറിനകത്ത് കയറ്റി വെച്ചു. എനിക്ക് ഭ്രാന്താണോ വൈദ്യരെ? പറയൂ. അല്ലല്ല, എന്റെ കുഞ്ഞുവായിക്ക് ഭ്രാന്തല്ല. പിന്നെ എന്താ വേണ്ടത് പറഞ്ഞോളൂ. എനിക്കൊരു പാലം വേണമായിരുന്നു. പാലം? പാലം. എന്റെ പറമ്പിൽ നിന്ന് അപ്പുറത്തെ പറമ്പിലേക്ക് പോകാനായിട്ട് ഒരു പാലം വേണം. അപ്പൊ അവിടെ പുഴയോ വല്ലതുണ്ടോ? പുഴയില്ല. അപ്പുറത്തെ പറമ്പുകാരനായിട്ട് ഞാൻ അത്ര ടേംസിലല്ല. അപ്പൊ അവനോട് സംസാരിക്കാതെ അപ്പുറം പോകാനായിട്ട് ഒരു പാലം ഇട്ട്. പുഴയില്ലാതെ എങ്ങനെ പാലം കൊടുക്കുക? അതെ, പുഴയില്ലാതെ എങ്ങനെ പാലം തരുന്നത്? പുഴയിലെ കിട്ടിയല്ലേ? ഇല്ല. എന്നാ ഒരു പുഴയും കൂടെ തന്നേര്. ഞങ്ങൾ അമ്പലക്കാരും ഒരു പള്ളിക്കാരുവാ. അപ്പൊ ആദ്യത്തെ കുഞ്ഞ് ജനിച്ചപ്പോ പറഞ്ഞ് അവിടെ പള്ളിയിലുള്ള പേരിടണമെന്ന് പറഞ്ഞു. പള്ളിപ്പേര്. ചില ആൾക്കാർ അങ്ങനെ. എന്റെ അച്ഛനും അമ്മയും പറഞ്ഞ അമ്പലത്തിലുള്ള പേരിടണമെന്ന്. ഇപ്പൊ രണ്ടുപേർക്കും കൂട്ടുകാർക്കും ഒരു സമാനത്തിന് വേണ്ടി ഞാൻ ഒരു അഡ്ജസ്റ്റ് ചെയ്ത് ആദ്യത്തെ കുഞ്ഞിന് പേരിട്ട്. എന്തോ പേര്? ആരാധന നിട്ടു. അമ്പലത്തിലും പള്ളിയിലും ഉണ്ടല്ലോ. എനിക്കിപ്പോ രണ്ടാമത്തെ കുഞ്ഞ് വരുമ്പോ ഞാൻ എന്തോ ചെയ്യുമെന്ന് ആലോചിക്കുന്നു. അമ്പലത്തിലും വേണം, പള്ളിയിലും വേണം. പള്ളിയിലും വേണം. ഒരു കാര്യം ചെയ്യ്. കാണിക്കാൻ ചെയ്യുന്നില്ല. കാണിക്കും. അമ്പലത്തിലും ഉണ്ട്, പള്ളിയിലും